നമസ്കാരം. റെഗുലർ ട്രാൻസാക്ഷനിൽ അടുത്തതായി ഗ്രൂപ്പ് ട്രാൻസാക്ഷനാണ് ചെയ്യേണ്ടത്. ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ എന്ന ഹെഡിലെ സബ് ഹെഡായ ഗ്രൂപ്പ് ഇൻവെസ്റ്റ്മെൻറ്റാണ് നമുക്ക് ആദ്യമായിട്ട് എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ അയൽക്കൂട്ടങ്ങൾ ബാങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റർ ചെയ്യാവുന്നതാണ്. അതിനായി ഗ്രൂപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന സബ് ഹെഡ് സെലക്ട് ചെയ്യുക. വരുന്ന പേജിൽ പ്ലസ് ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ് ഏതിലാണോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്പ് കൊടുക്കുക. ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ ബാങ്കിലാണെങ്കിൽ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് അങ്ങനെ കൊടുക്കുക. ഏത് ഡേറ്റിനാണോ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് എമൗണ്ട് എന്നിവ എൻ്റർ ചെയ്ത് സേവ് ചെയ്യുക. ഇങ്ങനെയാണ് ഗ്രൂപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റർ ചെയ്യേണ്ടത്. അടുത്തതായി ന്യൂ ബോറോവിങ്സ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ ബാങ്ക്, VO, CLF അവിടെ നിന്നും തനത് മാസം ലഭിച്ച വായ്പകളാണ് എൻ്റർ ചെയ്യേണ്ടത്. എങ്ങനെയാണ് എൻ്റർ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ന്യൂ ബോറോവിങ്സ് എന്ന സബ് ഹെഡ് സെലക്ട് ചെയ്യുക. വരുന്ന പേജിൽ പ്ലസ് ആഡ് ബോറോവിങ്സ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ VO, CLF, ബാങ്ക് എന്നിവ കാണാനായിട്ട് സാധിക്കും. VO എടുത്തു കഴിഞ്ഞാൽ VRF നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. VRF കൊടുക്കാം. അതുപോലെ തന്നെ CDSൽ നിന്നും അതായത് CLFൽ നിന്നും എടുക്കാവുന്ന വായ്പകൾ KSBCDC മുതലായ ലോണുകൾ അതായത് കട്ട് ഓഫ് ട്രാൻസാക്ഷനിൽ എങ്ങനെയാണോ നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ CLF ആണെങ്കിൽ നമുക്ക് ലോൺ നമ്പർ കൊടുക്കുക, ലോണിൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുക്കുക, നമുക്ക് വായ്പ ലഭിച്ച ഡേറ്റ് കൊടുക്കുക, ഡിസ്ബേഴ്സ്മെൻറ്റ് ഡേറ്റ്, അവിടുത്തെ ഇൻട്രസ്റ്റ് ഏത് ഡേറ്റ് മുതലാണ് ഇൻട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളത് കൊടുക്കുക, ഫണ്ട് സോഴ്സ്, ലോണിൻ്റെ എമൗണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ്, ലോണിൻ്റെ പീരീഡ്, ലോൺ റീപേയ്മെൻറ്റ് ഫ്രീക്വൻസി മന്ത്ലി ആണെങ്കിൽ അത് കൊടുക്കുക. മാൻഡേറ്ററി ആയിട്ടുള്ള അതായത് റെഡ് സ്റ്റാറിൽ കാണുന്ന എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് സേവ് ചെയ്യേണ്ടതാണ്. ഇതുപോലെ VOയിൽ നിന്നോ CFൽ നിന്നോ ബാങ്കിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള വായ്പകൾ തനത് മാസം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ന്യൂ ബോറോവിങ്സിൽ കൊടുത്ത് എൻ്റർ ചെയ്ത് പോകേണ്ടതാണ്. അടുത്തതായി ഗ്രൂപ്പ് റീഷെഡ്യൂളിംഗ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് റീഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ അതായത് ഗ്രൂപ്പ് ലോൺ റീഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിന് അനുവദിച്ചിട്ടുള്ള വായ്പാ തുക തനത് സമയത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നാൽ നമുക്ക് കാരണങ്ങൾ കാണിച്ചിട്ട് ഈ ലോണിൻ്റെ പീരീഡ് അതായത് റീഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. മെമ്പർ ട്രാൻസാക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഗ്രൂപ്പ് ട്രാൻസാക്ഷനിലും ലോൺ റീഷെഡ്യൂൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഒരു അയൽക്കൂട്ടത്തിന് യാതൊരു തരത്തിലുള്ള ഗ്രൂപ്പ് ലോണുകളും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കിവിടെ അത് ഒന്നും കാണാനായിട്ട് സാധിക്കാത്തത്. ഏതെങ്കിലും തരത്തിലുള്ള ഗ്രൂപ്പ് ലോണുകൾ എടുത്തിട്ടുള്ള അയൽക്കൂട്ടങ്ങൾ അതായത് പറഞ്ഞ കാലാവധിക്കുള്ളിൽ അടച്ചു തീർക്കാതെ വന്നാൽ അവർക്ക് ലോൺ റീഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഗ്രൂപ്പിൻ്റെ ലോൺ റീഷെഡ്യൂളിംഗ് എന്ന സബ് ഹെഡിൽ എൻ്റർ ചെയ്യാവുന്നതാണ്.